പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും പെസഹ വ്യാഴത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. സാധാരണയായി നമ്മളെപ്പോഴും ഒരു തിയറി പഠിപ്പിച്ചതിന് ശേഷമാണ് അതിൻ്റെ പ്രാക്ടിക്കൽസ് കൊടുക്കാറുള്ളത്. എന്നാൽ ഈശോ എപ്പോഴും ആദ്യം പ്രാക്ടിക്കൽസ് കൊടുത്തതിന് ശേഷം തിയറി പഠിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് സാബത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് സാബത്തിൽ രോഗശാന്തി കൊടുക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് അവൻ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് കാല് കഴുകൽ ശുശ്രൂഷയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അതിൻ്റെ പ്രാക്ടിക്കൽ വശമാണ്, പ്രായോഗിക വശമാണ് കാല് കഴുകൽ ശുശ്രൂഷ. വത്തിക്കാൻ കൊട്ടാരത്തിലേക്ക് കയറുന്നതിൻ്റെ ഇടതുവശത്തുള്ള വാതിലിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ആദ്യ നൂറ്റാണ്ടിലുള്ള ഒരു റോമൻ നാണയത്തിൻ്റെ ഒരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അതിലൊരു കാളയുടെ ചിത്രമാണ് അതിൻ്റെ നടുവിൽ. ഒരു വശത്ത് ഒരു കലപ്പ, മറുവശത്ത് ഒരു ബലിക്കല്ല്, നടുവിൽ കാള. എന്നിട്ട് അതിൻ്റെ അടിയിൽ ലത്തീൻ ഭാഷയിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ആദ് ഉത്രൂംക്വെ പരാത്തുസ്, അതായത് ബി പ്രിപ്പയർഡ് ഫോർ ബോത്ത്. ഒരു സൈഡിൽ കലപ്പയാണ്, കലപ്പ സൂചിപ്പിക്കുന്നത് ശുശ്രൂഷയാണ്, സർവീസ്. ഒരു സൈഡിൽ ബലിക്കല്ലാണ്, അത് സൂചിപ്പിക്കുന്നത് സാക്രിഫൈസിനെയാണ്, ബലിയാണ്. അപ്പോൾ ഈ കാളയോട്, ഈ ബലിമൃഗത്തോട് ആവശ്യപ്പെടുന്നത്, നീ തയ്യാറായിരിക്കുക, ഒന്നുകിൽ സേവനത്തിന് അല്ലെങ്കിൽ ബലിക്ക്. ബി പ്രിപ്പയർഡ് ഫോർ ബോത്ത്. പുരോഹിത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വൈദികരും, പുരോഹിത ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വൈദികരും ഓർത്തിരിക്കേണ്ട ഒരു വചനഭാഗമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വചനം. അനന്തരം യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും വെള്ളം കൊണ്ട് കഴുകാനും അവരുടെ പാദങ്ങൾ തുടയ്ക്കാനും തുടങ്ങി. ഇതിൻ്റെ ദൈവശാസ്ത്ര പശ്ചാത്തലം നമുക്ക് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 12-13 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അനന്തരം മോശ അഹറോൻ്റെയും പുത്രന്മാരുടെയും പാദങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് കഴുകാനും പുരോഹിത വസ്ത്രം ധരിപ്പിച്ച് അഭിഷേചിച്ച് ശുദ്ധീകരിക്കാനും പറയണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന മോശ അഹറോനോടും പുത്രന്മാരോടും പറയുന്നുണ്ട്. അതിൻ പ്രകാരം പിന്നീട് മോശ അഹറോനെയും പുത്രന്മാരെയും പുരോഹിത വസ്ത്രം അണിയിച്ച് മേലങ്കി ധരിപ്പിച്ച് എഫോദ് ധരിപ്പിച്ച് അവരെ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് ആനയിക്കുന്നുണ്ട്. കാല് കഴുകൽ ശുശ്രൂഷ പുരോഹിത ശുശ്രൂഷയുടെ അഭിഷേക കർമ്മമാണ്. അപ്പോൾ ശരിക്കും പുരോഹിത ശുശ്രൂഷ ആരംഭിക്കുന്നത് ഈ സർവീസിലൂടെയാണ് എന്ന് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് കുർബാന സ്ഥാപനത്തിൻ്റെ പെസഹ വ്യാഴാഴ്ച തന്നെയാണ് പൗരോഹിത്യ സ്ഥാപനമായിട്ട് എപ്പോഴും ആചരിക്കുന്നത്, സഭ ആഘോഷിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രസക്തി? ഖാനായിലെ കല്യാണക്കുറികൾ എന്ന പേരിലൊരു പുസ്തകമുണ്ട്, ഫാദർ തോമസ് കോലം കുഴിയിലച്ചൻ്റെ. ആ പുസ്തകത്തിൽ ദുക്രാന എന്ന പേരിലൊരു ചാപ്റ്റർ ഉണ്ട്. ഈ കുർബാന തർക്കത്തിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഡ്രോപ്പിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണത്. അതിലിങ്ങനെ 1-2 വരികൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ചങ്കിനെ തൊടുന്ന വരികളുണ്ട്. നാം പരിക്കേൽക്കാതെ തന്നെ അപ്പം ആശീർവദിച്ച് മുറിച്ചു നൽകുന്നു. നാം മുറിവേൽക്കപ്പെടാതെ തന്നെ വിളമ്പുന്നു. നാം നമ്മുടെ ഗർവ് നശിക്കുന്നില്ല, നമ്മുടെ അഹം തകരുന്നില്ല. നാം പുരോഹിതരായിട്ട് തുടരുന്നു, അവനോ ബലിമൃഗമായി. തിളങ്ങുന്ന കുർബാനക്കുപ്പായത്തിൻ്റെ സ്വപ്നങ്ങളാണ് എല്ലാ കാലത്തും പുരോഹിതരുടെ മനസ്സിൽ. എന്നാൽ കർത്താവ് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്,
പുരോഹിത ശുശ്രൂഷയുടെ അടിസ്ഥാനം ശുശ്രൂഷയാണ്. ഇത് പൗരോഹിത്യത്തിലായിരിക്കുന്ന ഞങ്ങൾക്കും പൊതുപൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന നിങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സന്ദേശമാണ്. ചെന്നൈയിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിലെ GM ആയിരുന്ന പ്രകാശ് ആചാർ എഴുതുന്നൊരു FB പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഒരു ദിവസം അദ്ദേഹം ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഓഫീസർ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, നമ്മുടെ ലോബിയിലിരുന്ന് ഒരു പെങ്കൊച്ച് കരയുന്നുണ്ട്. ഒരു ഡോള് കയ്യിലെടുത്ത്, ഒരു പാവക്കുട്ടിയെ കയ്യിലെടുത്ത് അവൾ പാല് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് അവൾ കരയുന്നുണ്ട്. സാറ് എത്രയും പെട്ടെന്ന് വരണം. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും അവൾ ബ്രോക്കണാണ്. അവളിങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, ഈ കുഞ്ഞ് പാല് കുടിക്കില്ലെങ്കിൽ അവൾ മരിച്ചു പോകും. അങ്ങനെ അവളിങ്ങനെ സങ്കടപ്പെട്ട് കരയണ സമയത്ത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ സ്മിത അവളുടെ അടുത്തേക്ക് വരുന്നു, അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ കൂടുതൽ അപ്സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അവൾ പറയുന്നത്, ഈ കുഞ്ഞ് പാല് കുടിച്ചില്ലെങ്കിൽ അത് മരിച്ചു പോകും, ഇനി ഒരു ദുഃഖം കൂടി താങ്ങാൻ, സങ്കടം കൂടി താങ്ങാൻ എനിക്ക് വയ്യ. ആ സമയത്താണ് അവളുടെ അമ്മ ഇറങ്ങി വരുന്നത്, റൂം നമ്പർ 204. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ വന്നിട്ട് പറയാണ്, 6 മാസം മുമ്പാണ് അവളുടെ കുഞ്ഞ് മരിച്ചത്. ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോക്ക് ചെയ്താണ് കുഞ്ഞ് മരിക്കുന്നത്. അതിനുശേഷം അവൾ ഒരിക്കലും നോർമൽ സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ മധുരയിൽ നിന്ന് ഈ ചെന്നൈയിലേക്ക് വന്നത് ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ടുള്ള രാജലക്ഷ്മി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, സാറേ, കുറച്ചു നേരം ഞാൻ അവരുടെ കൂടെ ചെലവഴിച്ചോട്ടെ. എന്നിട്ട് ഈ രാജലക്ഷ്മി ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയിരിക്കുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയോട് പറയുന്നു, മോളെ, എൻ്റെ കുഞ്ഞും മരിച്ചു പോയതാണ് വർഷങ്ങൾക്ക് മുമ്പ്. നിന്നെപ്പോലെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നിന്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരുമോ? ഞാൻ അതിന് പാല് കൊടുക്കാം, ഞാൻ അതിന് താരാട്ട് പാടാം. ഇവളെ ഈ രാജലക്ഷ്മിയെ നോക്കുകയാണ്. കാരണം ഇന്ന് വരെ ആരും അവൾ അതുപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അവൾ ഈ പാവക്കുട്ടിയെ ഈ രാജലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്ന് അവർ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, ഓഫീസ് അവറുകൾക്ക് ശേഷവും. പിന്നീട് ഞാൻ അറിയുന്നുണ്ട്, രാജലക്ഷ്മി എല്ലാ ദിവസവും ഈ പെൺകുട്ടിയെ വിളിക്കാറുണ്ടായിരുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ഒരു കത്ത് വന്നു. ഈ പെൺകൊച്ചിൻ്റെ അമ്മയുടെ കത്താണ്. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, സാറേ, അവൾ സൗഖ്യപ്പെട്ടു തുടങ്ങി, അവൾ ചിരിച്ചു തുടങ്ങി, അവൾ പ്രഗ്നൻ്റായി. രാജലക്ഷ്മിയുടെ ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് അവൾ ഈ കുഞ്ഞിനെ പറയുന്നത്. രാജലക്ഷ്മിനെ അവൾ വിളിക്കുന്നത് അക്ക എന്നാണ്, എൽഡർ സിസ്റ്റർ, ഗാർഡിയൻ ഏഞ്ചൽ. ഞാൻ ഓഫീസിലിരുന്ന് കുറച്ചു നേരം കരഞ്ഞുപോയി. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് 5 stars, ഇറ്റ്സ് അബൌട്ട് 5 seconds. രാജലക്ഷ്മി ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്ലോർ മാത്രമല്ല തുടച്ചത്, അവൾ മനുഷ്യരുടെ സങ്കടങ്ങൾ കൂടിയാണ് തുടച്ചു നീക്കിയത്. വെൻ പെയിൻ മീറ്റ്സ് പ്യുവർ ഹ്യൂമാനിറ്റി, സംതിങ് ബിഗിൻസ് ടു ഹീൽ. ഈ ഗോസ്പലിൽ നമ്മൾ കാണുന്നതാണ്. ഈശോയുടെ ശിഷ്യന്മാരുടെ ഒക്കെ മനസ്സിൽ മുറിവുകളുണ്ട്. എന്നിട്ട് ഈ മുറിവുകളുള്ള ശിഷ്യന്മാരുടെ അടുത്തേക്ക് തൻ്റെ അവസാന രാത്രിയിൽ ഈശോ വരികയാണ്. എന്നിട്ട് അവരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങുക. ആൻഡ് സംതിങ് ബിഗിൻസ് ടു ഹീൽ. സൗഖ്യത്തിൻ്റെ ഒരു രാത്രിയാണ്. സാക്രിഫൈസിന് മുമ്പ് ഈ സർവീസ്, ശുശ്രൂഷ, സേവനം അത്യാവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുർബാനയെക്കുറിച്ച് വാതോരാതെ പറയുന്നതിന് മുമ്പ്, ആഘോഷിക്കുന്നതിന് മുമ്പ്, കുർബാനയപ്പം മുറിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം മുറിച്ചു കൊടുക്കാൻ കഴിയുമ്പോഴാണ് പെസഹ വ്യാഴം പൂർത്തിയാകുന്നത്. മുല്ലപ്പൂ അണിഞ്ഞ് കോട്ടൺ സാരി എടുത്ത് വന്ന ഈ രാജലക്ഷ്മിയുടെ ഉള്ളിലുള്ള സ്നേഹമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സ്നേഹം. പെസഹ വ്യാഴം ഈശോയുടെ സ്നേഹം തിരിച്ചറിയേണ്ട ഒരു ദിവസമാണ്.
ഈശോ ലോകത്തിന് വേണ്ടി, ശിഷ്യർക്ക് വേണ്ടി തന്നെ അർപ്പിച്ചൊരു ദിവസം. ശുശ്രൂഷയിലൂടെ ബലിയിലേക്ക് എത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.